ഒറ്റ മൈൻഡ് നേട്ടണേ. നമ്മൾ ഇരുട്ടിയിലുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നും കഴിച്ചിട്ടില്ല. സമയം ഉച്ചയായി. എവിടെയെങ്കിലും പോ ഫുഡ് കഴിക്കാന്. അങ്ങനെ നമുക്ക് കൂറുക പോയടാ. നല്ല മയും 1500 എണ്ണമാണോ? നല്ല തണുപ്പ്, നല്ല എന്നാ ഒറ്റ മൈൻഡ് കേറി കിട്ടിലൻ ക്ലൈമറ്റ് ആണ്. നല്ല രസമുള്ള നല്ല കിട്ടിലൻ ഡ്രൈവ്. ഇതാ നമ്മുടെ ലൊക്കേഷൻ. ഇവർക്ക് കാറ്ററിംഗ് സർവീസ് എല്ലാം ഉണ്ട്. പെപ്പർ പാലസ്. ഫൈനലി ഇതാ ഇവൻ പറഞ്ഞ ലൊക്കേഷൻ എത്തി. പെപ്പർ പാലസ്. ഫൈനലി നമ്മൾ ഇവിടെ എത്തി. ഇതിന്റെ ഉള്ളിൽ കയറി. കിട്ടിലൻ ആംബിയൻസ് ഉണ്ട്. കിട്ടിലൻ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കിട്ടിലൻ കേരള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ ബാംഗ്ലൂർ മൈസൂരൊക്കെ പോകുമ്പോൾ കയറാൻ പറ്റിയ സ്ഥലമാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കിച്ചണിലൊന്ന് കയറി ഇറങ്ങി. മക്കളെ ഹൈജീനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഹൈജീനിക്. അപ്പോഴത്തേക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ടേബിളിൽ. ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്ത സാധനം എന്ന് പറയുന്നത് ഡ്രാഗൺ അൽഫാം ആണ്. ഒരു കഷ്ണം എടുക്കുക, പിടുത്തം മടിയാ. ഇതിന്റെ മേലെയുള്ള ഗ്രേവി മതി മക്കളെ. ഒരു 3 പൊറോട്ട ഒക്കെ കഴിക്കാം. ഇരുട്ടിന്ന് ഇവിടെ വന്നിട്ട് കഴിച്ചൊരു മൊത്തലായ സാധനം. ഇതാ മിലേനിയം അൽഫാം. ഇതിങ്ങനെ എടുക്കുക, പ്ലേറ്റിലേക്ക് വെക്കുക. നല്ല റോസ്റ്റഡ് പൊറോട്ട ഉണ്ട്. ചൂട് റോസ്റ്റഡ് പൊറോട്ട എടുക്കുക, പ്ലേറ്റിലേക്ക് വെക്കുക. ഇങ്ങനെ പിടിക്കുക. കിട്ടില്ല ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേണ്ട. പിന്നെ അതെന്നാ ഒരു പീസ് ഇങ്ങനെ എടുക്കുക. അതിന് തന്നെ വെള്ളം വരുന്നുണ്ട്. ജസ്റ്റ് ഒരു പിടുത്തം പിടിക്കുക. ശരിയായ സാധനം. അവിടുന്ന് നമ്മൾ കേരള ഫുഡ്, ചൈനീസ് ഫുഡ്, അറബിക് ഫുഡ് എല്ലാ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെ. അങ്ങനെ അടുത്ത കോഴിക്കാർപ്പിന് ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങി. നമ്മളിവിടെ ഉച്ചക്ക് കയറിയിട്ട് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതാ രാത്രിയായി. എജാതി ക്ലൈമറ്റ് എന്നറിയാം. ഇതാണ് ലൊക്കേഷൻ ശരിക്കും വരുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൈസൂർ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രാജപേട്ട. നേരെ പെപ്പർ പാലസ് കൂർ ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ബൈ ബൈ.